ഹലോ, ഞാനിന്നൊരു കുട്ടി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു പൊങ്കാല ഇടാൻ പോയതാണ്. അതും സാക്ഷാൽ ആറ്റുകാൽ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയതാണ്. ട്രിവാൻഡ്രത്ത് നേരത്തെ എത്തി. കാരണം പൊങ്കാല ഇടണമെങ്കിൽ അടുപ്പ് നമ്മൾ പിടിക്കണം. അടുപ്പ് വാങ്ങിച്ച് സ്ഥലം പിടിച്ചാൽ മാത്രമേ നമുക്ക് ട്രിവാൻഡ്രത്ത് പൊങ്കാല ഇടാൻ പറ്റുള്ളൂ. അത്ര തിരക്കാണ്, അറിയാലോ. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ കൂടിച്ചേരുന്ന ഒത്തുകൂടുന്ന ഒരു പൊങ്കാലയാണിത്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്തി. പിന്നെ കൂടെ എൻ്റെ അമ്മയും മേമ്മമാരും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. ആറ്റുകാലമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പടക്കം പൊട്ടിക്കുന്നതും പിന്നെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഇവിടെ നിന്ന് നമുക്കിനി കലം മേടിക്കണം. പിന്നെ കലത്തിൻ്റെ കൂടെ വെക്കാനുള്ള ആ പൂവൊക്കെ ഇല്ലേ, അതൊക്കെ ഇവിടുന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ നല്ല തിരക്കുണ്ട്. പിന്നെ നല്ല രീതിയിൽ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആറ്റുകാൽ പൊങ്കാല എല്ലാ വർഷവും നടത്തുന്നതുകൊണ്ട് എല്ലാ വർഷവും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ട്രാഫിക് മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ ലേറ്റായിട്ട് എത്തിയാലും. പിന്നെ നമ്മളിവിടെ ആറ്റുകാൽ അമ്പലത്തിനടുത്ത് നമുക്ക് പൊങ്കാല ഇടാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പട്ടത്തോട്ടാണ് പോണത്. പട്ടം അവിടെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു ഫ്രണ്ട് വഴി സ്ഥലം പിടിച്ചു വെച്ചതാണ്. എന്നാൽ മാത്രമേ നമുക്കിവിടെ പൊങ്കാല ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഊബർ വിളിച്ച് നമ്മുടെ നമ്മളൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 1 മാസം മുന്നേ. അവിടെ പോയി. അവിടെയാണെങ്കിൽ ഇതുപോലെ ആറ്റുകാൽ അമ്പലം നമുക്ക് അടുത്തല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ കുഞ്ഞമ്പലങ്ങൾ ഉണ്ടാവും. അവിടെ വെച്ചിട്ടാണ് ഈ പൂജയും ഈ തെളിക്കലൊക്കെ ചെയ്യാറുണ്ടാവുക. അപ്പം അങ്ങനെയാണ് ഞാൻ പൊങ്കാല കണ്ടിട്ടുള്ളത്. അപ്പം ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്കും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് ആ അമ്പലം. അപ്പം ഇവിടെ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും കുറിയൊക്കെ തൊട്ട് പിന്നെ പൊങ്കാല ഇടുന്നതിന് മുന്നേ പ്രാർത്ഥിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്. അപ്പം നമ്മൾ ഇതൊന്ന് കണ്ടു. കാരണം രാവിലെ വരുമ്പോൾ തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ്. ഈ അമ്പലത്തിനടുത്തുള്ള പാട്ട് എന്ന് പറഞ്ഞാൽ ഭക്തിഗാനങ്ങളൊന്നും അല്ലായിരുന്നു കേട്ടോ. ഫുൾ സിനിമാറ്റിക് സോങ്സ് ആയിരുന്നു. ഇവരിതൊരു ആഘോഷമാക്കിയിരിക്കുകയാണ്. അതിൽ ഡിവോഷണൽ സോങ്സ് വേണമെന്നില്ലല്ലോ. രാവിലെ നമ്മൾ എണീറ്റ് വന്നു. ഇതുപോലെ പൊങ്കാലയ്ക്കുള്ള സ്ഥലം അതൊന്ന് ഒരുക്കി. നേരത്തെ തന്നെ ഇതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു അടുപ്പ് മാത്രമാണ് വെക്കുന്നുള്ളൂ. ചിലർ 3 അടുപ്പുണ്ട്. അപ്പം നമ്മുടെ ഒരു അടുപ്പെന്ന് പറഞ്ഞാൽ പായസം മാത്രമാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെക്കുക ചെയ്യുന്നത്. 7 മണിയൊക്കെ ആവും. 7 മണി 8 മണി ഒരു 10 മണി വരെയൊക്കെ ഇതിൻ്റെ പരിപാടിയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അത് അന്നദാനം പോലെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ കലം. അപ്പോൾ കലം കത്തിക്കാനുള്ള സമയം ആയിട്ടില്ല. ഇനിയിപ്പം പൂജയൊക്കെ കഴിഞ്ഞു. അവർ കത്തിച്ച് വരുന്ന അത് വെച്ചിട്ടാണ് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ. അപ്പം അതുവരെ നമ്മൾ വെയിറ്റിംഗ് ആണ്. വെള്ളമൊക്കെ എടുത്തു. എല്ലാം സെറ്റാണ്. ഇനിയിപ്പോൾ എല്ലാവരും അതിനുവേണ്ടി റെഡി ആയിട്ടിരിക്കുക. നമ്മൾ നിന്ന സ്ഥലം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. പക്ഷേ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞാണ് വിളക്ക് കത്തിക്കുന്നത്. വിളക്കല്ല, നമ്മുടെ വിളക്ക് കത്തിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. കാരണം ഗണപതിക്ക് വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുക. അപ്പോൾ അത് കത്തിക്കും, നമ്മൾ വിളക്ക് കത്തിക്കും. നല്ല വെയിലും നല്ല ചൂടായതുകൊണ്ട് ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. അവിടുന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പൊങ്കാല ഇട്ടതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, പറയാതിരിക്കാൻ വയ്യ. ആദ്യം വിചാരിച്ചു ചൂടും നമ്മൾ കരിഞ്ഞു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഉണ്ടായേ ഉള്ളൂ. നമുക്ക് ഒറ്റ അടുപ്പല്ലേ ഉള്ളൂ. പക്ഷേ നല്ല നല്ല എക്സ്പീരിയൻസ് ആട്ടോ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പം എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞു. നമ്മളിനി വെയിറ്റിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സൂര്യഗ്രഹണമുള്ള ദിവസമായതുകൊണ്ട് തന്നെ 2:45 3 മണി സമയം വരെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ആണ്. ലഞ്ചൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെയിറ്റിംഗ് ചെയ്യാണ് തെളിക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലായതുകൊണ്ട്, പിന്നെ മാത്രമല്ല പെരുന്നാളും കൂടെ ആയതുകൊണ്ട് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ പാടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആറ്റുകാൽ അമ്മേൻ്റെ അടുത്തോട്ട് പോവാണ്. ആറ്റുകാൽ അമ്പലത്തിലോട്ട് പോവാണ്.
ഇവിടെ വരെ വന്നിട്ട് ആറ്റുകാൽ പൊങ്കാല ഇട്ടിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോയില്ലെങ്കിൽ ശരിയാവോ? അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി പോവുമായിരുന്നു. രാത്രിയല്ല, വൈകിട്ട് 8 മണിക്കാണ് നമ്മൾ പോയത്. കാരണം സൂര്യഗ്രഹണം കഴിഞ്ഞിട്ടേ നട തുറക്കുള്ളൂ. കുത്തിയോട്ടത്തിൻ്റെ സമയമാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും നമ്മൾ എങ്ങനെയോ അതിനകത്ത് കയറി അമ്പലത്തിൽ തൊഴുതു. നേരത്തെ തന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. രാവിലെ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലോട്ട് പോകണം. നേരത്തെ തന്നെ നമ്മളൊരു വണ്ടി കിട്ടി, ബസ് കിട്ടി. നമ്മൾ കിഴക്കേക്കോട്ടയിൽ ഇറങ്ങി. അവിടുന്ന് നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ട് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കാണ്. ഏത് സമയത്ത് പോയാലും നല്ല തിരക്കുള്ള അമ്പലമാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രം. നമ്മൾ അത് കഴിഞ്ഞ് തൊഴുത് ഇറങ്ങി. കാരണം നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ അപ്പോൾ പറ്റാത്തത് കൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. അതിനുശേഷം കുതിരമാളിക, അത് തൊട്ടടുത്തായിട്ടുള്ളൊരു കുതിരമാളികയാണിത്. ഇവിടെ നമുക്ക് എൻട്രി ടിക്കറ്റൊക്കെ ഉണ്ട്. എൻട്രി ടിക്കറ്റും മാത്രമല്ല, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് എക്സ്ട്രാ ചാർജും ഉണ്ട്. അപ്പോൾ അതും കണ്ടിട്ട് നമ്മൾ ഇറങ്ങി. ഇതാണ് നമ്മുടെ കുട്ടി വ്ളോഗ്.